എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ എൻ്റെ അമ്മയെ കണ്ടാണ് വളർന്നത്. അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു. എൻ്റെ പപ്പ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകും. അതിനു മുമ്പ് പപ്പയ്ക്കുള്ള ഫുഡ് പപ്പ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നത് കൊണ്ട് പാലൊക്കെ തിളപ്പിച്ച് കൊടുക്കുമായിരുന്നു വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പയെ എഴുന്നേൽപ്പിച്ച് രാവിലെ 6 മണിയാകുമ്പോൾ പപ്പ ജോലിക്ക് പോകും. ഞങ്ങൾക്ക് 6 മണി 7 മണി ഇടയ്ക്ക് എന്തോ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് അമ്മ എനിക്കും എൻ്റെ അനിയനും കഞ്ഞി വാരിത്തരും. കഞ്ഞി ആവുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അമ്മ കഞ്ഞിയായിരുന്നു രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് രാവിലെ വാരിത്തരും, ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി തന്നു വിടും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകും. തിരിച്ച് വന്നിട്ട് സെയിം കാര്യം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി പിള്ളേരുടെ കാര്യം നോക്കി എല്ലാം നോക്കുമായിരുന്നു അമ്മ. അങ്ങനെയുള്ള അമ്മേനെയാണ് ഞാൻ കണ്ട് വളരുന്നത്. ചെറുപ്പം മുതലേ അമ്മ ഫുൾ ടൈം തിരക്കാണ്, ഭയങ്കര തിരക്കുള്ള ആളാണ്. അതിൻ്റെ ഇടയിലും അമ്മ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു മാതാജി എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, കൊച്ചിൻ്റെ കാര്യങ്ങൾ, സ്വന്തം കാര്യം അതൊക്കെ അമ്മ നോക്കി. അവസാനം പ്രായമായപ്പോൾ അമ്മയ്ക്ക് കൈക്ക് വേദന, കാലിന് വേദന, മുട്ടിന് വേദന ഒക്കെയായി. എല്ലാം അന്ന് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തതിൻ്റെ ആയിരിക്കും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു നല്ല പ്രായം വരെ അമ്മ എന്നോട് അടുക്കളയിൽ പോലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആകെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചീര അരിഞ്ഞു കൊടുക്കലായിരുന്നു. കാരണം എനിക്ക് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ പറയും ചീര അരിയാൻ പറയും, ഞാൻ അരിഞ്ഞു കൊടുക്കുമായിരുന്നു. അല്ലാതെ ഒരു പണിയും ഒരു നല്ല പ്രായം വരെ എന്നെ കൊണ്ട് അമ്മ ചെയ്യിച്ചിട്ടില്ല. അത്രയ്ക്ക് അമ്മ എനിക്ക് വേണ്ടി കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സൊസൈറ്റൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് വൈഫ്, ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് മദർ എന്നാണ്. പക്ഷേ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയെ സ്ട്രഗിൾ ചെയ്യുന്നതും അമ്മയെ ബുദ്ധിമുട്ടുന്നതും അമ്മയ്ക്ക് പിന്നെ ഉണ്ടായ ഹെൽത്ത് ഇഷ്യൂസും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വന്തം കാര്യം കൂടെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രായമാവുമ്പോൾ ബുദ്ധിമുട്ടാവും. അന്ന് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടായി എന്ന് വരില്ല. അത് ആരുടെയും തെറ്റല്ല, എല്ലാവരുടെയും ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലോട്ടാണ് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇതുപോലെ നിങ്ങളും എപ്പോഴെങ്കിലും പണിയെടുത്ത് മടുത്തിട്ടുണ്ടോ? വീട്ടിലെ ജോലി, പുറത്തെ ജോലി, ഇനി വീട്ടിൽ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പണി ഇരട്ടിയാണെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. വീട്ടിൽ മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളാണല്ലോ എല്ലാം ചെയ്യേണ്ടത്, കൊച്ചിനെ നോട്ടം മുതൽ വീട്ടിലെ കാര്യങ്ങൾ മുതൽ എല്ലാം. ജോലിക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്വയം കുറച്ച് ഫ്രീ ടൈം കിട്ടും, ജോലിയുടെ ഇടയിൽ ബ്രേക്കിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയത്ത് വെറുതെ ഇരിക്കാൻ പറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പിന്നെ എനിക്ക് റിയലൈസേഷൻസ് വന്നു, ഞാനും കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ മോശമായി എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആവണം എന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇതാവണം എന്നില്ല. ഇത് ഇതേപോലെ പകർത്തുമല്ല വേണ്ടത്. ഞാൻ പറയുന്നത് ഉൾക്കൊണ്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് ചേഞ്ചസ് വരുത്തി നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ വെൽക്കം ഹോം. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാലിൽ. ഞാൻ ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ വെൽനെസ് കോച്ചാണ്. ഞാൻ ഫിനാൻസ് കൺസൾട്ടേഷൻസ് എടുക്കാറുണ്ട്, അതേപോലെ ടൈം മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻസും എടുക്കാറുണ്ട്. എൻ്റെ ക്ലയൻസ് പറഞ്ഞ കുറച്ച് റിവ്യൂസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് കരുതുമ്പോഴും വരുന്ന മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഓ, ഇവരൊക്കെ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമോ? ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം ആർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാം എൻ്റെ മേൽനോട്ട് എല്ലായിടത്തും എത്തിയാലേ കാര്യങ്ങൾ ശരിയായിട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. ഞാനും ചിന്തിക്കാറുണ്ട്, അത് ഒരു പരിധി വരെ ശരിയുമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അങ്ങനെ പെർഫെക്ഷനിസവും കൈ പിടിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ കൈ പിടിക്കാൻ ഒരു വടി മാത്രമേ ഉണ്ടാവുള്ളൂ, കുത്തി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട്, നമ്മൾ മറ്റുള്ളവരോട് കാര്യം ചെയ്യാൻ പറയുന്നത് കൊണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് ഹെൽപ്പ് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ വീക്കാവുകയല്ല ചെയ്യുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള കാര്യങ്ങളിലോട്ട് സമയം കൊടുക്കാൻ പറ്റുവാണ് ചെയ്യുന്നത്.
ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വീക്ക് ആണെന്ന് കരുതുന്നുണ്ട്, ഒന്ന് നമ്മുടെ സ്ട്രെങ്ത് ആണെന്ന് കരുതുന്നുണ്ട്. ഇത് സ്ട്രെങ്ത് ആണ്, വീക്ക്നെസ് അല്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശരിക്കും ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. അതിന് ഞാൻ നിങ്ങൾക്ക് 3 ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ പ്രാവശ്യം ഒരേ കാര്യം നമ്മൾ പിന്നെയും ചെയ്യുമായിരിക്കും. അതിന് വലിയ എക്സ്പെർട്ടൈസിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടാസ്കുകൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബെഡ്ഷീറ്റ് മാറ്റുക, അല്ലെങ്കിൽ സോഫ കവർ മാറ്റുക, അങ്ങനെ കുഷ്യൻ കവർ മാറ്റുക, അതൊക്കെ നമുക്ക് റിപ്പറ്റേറ്റീവായിട്ട് വരുന്ന ടാസ്കുകളാണ്. അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ബെഡ്ഷീറ്റുകളും സോഫ കവേഴ്സും ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് അവർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനലിനകത്ത് എൻ്റെ എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമുണ്ട്. ഏതിൽ? വീഡിയോ എടുക്കുന്നതിൽ. വീഡിയോ എടുക്കുന്നതിൽ മാത്രമേ ആക്ച്വലി എൻ്റെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, വീഡിയോ എഡിറ്റിങ്, തംബ്നെയിൽ ക്രിയേഷൻ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്കാർക്ക്, വേറെ എക്സ്പേർട്ടുകൾക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കുന്നത് ഞാനാണ്, ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എവിടെ ഉള്ളത്, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വേറൊരു എക്സ്പേർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്. നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ടൈം സേവ് ചെയ്യുകയും ചെയ്യും, നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് വരുന്നത്, ഒത്തിരി വാല്യൂ ഉള്ള കാര്യമല്ല, പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു കേസിൽ ഇത് ചിലക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും, കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വരുന്നത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ക്ലീനിങ് ഭയങ്കര പെർഫെക്ഷൻ വേണം. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഓരോ ചെറിയ പൊടിയും വരെ ക്ലീൻ ചെയ്യണം എന്നാണ് എനിക്ക്. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ഒത്തിരി സമയം എടുക്കും അതിന്. പക്ഷേ എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് അത് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പെട്ടെന്നല്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നെ വെച്ച് നോക്കുമ്പോൾ ആൾ ഭയങ്കര പെട്ടെന്ന് ചെയ്യും അത്. അപ്പോൾ ആ കാര്യം ഞാൻ ഡെലിഗേറ്റ് ചെയ്യും. എന്നാൽ ജിസേഡിന് ചില കാര്യങ്ങൾ സ്ലോ ആയിട്ടാണ് ചെയ്യാൻ പറ്റുക, ഒരുപാട് സമയം എടുക്കും ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് തിരിച്ചും ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് അത്രയും വാല്യൂ ഇല്ലെങ്കിൽ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അടുത്തതായിട്ട് വരുന്ന ചോദ്യം എന്തായിരിക്കും? ഇത് ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ഉണ്ടല്ലോ ഒരാൾക്കാരെ ഡെലിഗേറ്റ് ചെയ്യണമെന്നില്ല. ചില ടാസ്കുകൾ ചില ആൾക്കാർ നന്നായിട്ട് ചെയ്യും, അപ്പോൾ അത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് എനിക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് അത് ഞാൻ ആൾക്ക് കൊടുക്കുന്നു. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതൊക്കെ ജിസേഡിന് ഒത്തിരി സമയം എടുക്കും, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ആരാണോ നന്നായിട്ട് ചെയ്യുന്നത്, ആർക്കാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന് തന്നെ ഡെലിഗേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ആപ്പുകൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിവൈസിന്, ഒരു മെഷീന് ഡെലിഗേറ്റ് ചെയ്യാം. ഇപ്പോൾ തുണി അലക്കുന്ന കാര്യം, നമുക്ക് തുണി അലക്കുന്ന ഡെലിഗേറ്റ് ചെയ്യാനാണല്ലോ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളത്. പാത്രം കഴുകുന്ന ഡെലിഗേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഡിഷ് വാഷറുണ്ട്. അപ്പോൾ അതുപോലെ ക്ലീൻ ചെയ്യുന്ന ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി വാക്വം ക്ലീനേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഇന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചിലതുണ്ടല്ലോ. ഇപ്പം ക്ലീനിങ്, ഇപ്പം എൻ്റെ വീട്ടിൽ വാക്വം ക്ലീനറുണ്ട്. അത് ഞങ്ങൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ ആഴ്ചയും ചെയ്യേണ്ട ടാസ്ക് അത് തന്നെ ചെയ്തോളൂ. ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആപ്പ് ഡിവൈസ് എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. കൃത്യസമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം എന്നാണ് ഡയറ്റ് ചെയ്യുമ്പം. അപ്പോൾ രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ് എനിക്ക് ഫുഡ് കഴിക്കേണ്ടത്. പക്ഷെ ഞാനിങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. ചിലപ്പോൾ നമ്മൾ ഓർത്തൊന്നും വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അലക്സയുടെ അടുത്ത് റിമൈൻഡർ വെച്ചു. അപ്പോൾ വേറൊരു പ്രശ്നം വന്നത്, അലക്സ റിമൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടില്ലെങ്കിലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അലക്സയുടെ അടുത്ത് 2 റിമൈൻഡർ വെച്ചു. 10 മണിക്ക് വരണം, 10:30 വരണം. അപ്പോൾ 10 മണിക്ക് അലക്സ പറയും
ഇറ്റ്സ് ടൈം ടു ഹാവ് ലഞ്ച് അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഹാവ് ഡിന്നർ എന്നൊക്കെ. അത് കഴിയുമ്പോൾ പിന്നെ 10:30 ആകുമ്പോഴും ഒന്നും കൂടെ പറയും. അപ്പോൾ 10 മണിക്ക് ചിലപ്പോൾ ഞാൻ റിമൈൻഡർ കേൾക്കുമ്പോഴേക്കും അയ്യോ ഫുഡ് കഴിക്കാണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കിയില്ലല്ലോ. 10:30 ആകുമ്പോഴത്തേക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. 11 മണി വരെ സമയമുണ്ടല്ലോ. ഇനി അതല്ല 10 മണിക്ക് ഞാൻ കേട്ടില്ലെങ്കിൽ 10:30 പറയുന്നെങ്കിലും ഞാൻ കേൾക്കും. ഇങ്ങനെ നമുക്ക് പല പല ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ പല പല ഡിവൈസസ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. നമ്മൾ പണിയെടുക്കുന്നത് നമുക്കും കൂടെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പണിയെടുത്ത് ജീവിക്കാനല്ല. നമ്മൾ വീട്ടിലെ ജോലികളും പുറത്തു പോകും ജോലികളും എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? നമ്മൾ 2 ജോലിയായിരിക്കും ഒരേ സമയം ചെയ്യുന്നത്. അത് എന്തുമാത്രം ഹെക്റ്റിക് ആയിരിക്കും. 24/7 നമ്മൾ ജോലി ചെയ്യായിരിക്കും, ഉറങ്ങുന്ന സമയം ഒഴിച്ച് അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ മെഷീൻസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നമുക്കും സമയം വേണം. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് ഡെലിഗേഷൻ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഡെലിഗേഷൻ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യം ഡെലിഗേറ്റ് ചെയ്യും, പക്ഷെ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇപ്പം നമുക്കൊരു കാര്യം ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ട്, അത് നമ്മുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ഈ ലോകത്ത് ആർക്കും ഇല്ല, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഡെലിഗേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യവും നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പോലെ, നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടോ അതേപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആക്സെപ്റ്റ് ചെയ്യുക. പെർഫെക്ഷനിസം എന്ന് പറയുന്ന സാധനം ഒന്ന് കയ്യിൽ നിന്ന് വിടുക. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിൽ ഇറിറ്റേറ്റഡ് ആവാതെ ഓക്കെ, ഞാൻ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അതിൽ ഇറിറ്റേറ്റഡ് ആയി അത് നിർത്തുവല്ല വേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇന്ന ഡ്രസ്സ് ഇന്ന രീതിയിൽ മടക്കി തരണം, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇന്നതുപോലെ അലക്കാനിടണം, വാഷിംഗ് മെഷീനിൽ ഇന്ന ലിക്വിഡാണ് ഒഴിക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ അല്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും. അതിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാത്തതിനാണ്. രണ്ടാമത്തത് മൈക്രോ മാനേജിങ്. അതായത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആക്ച്വലി എന്തിനാണ് ഡെലിഗേറ്റ് ചെയ്തത്? നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടാനാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി പിന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് അല്ലേ? അപ്പോൾ മൈക്രോ മാനേജിങ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു, പിന്നെ അതിലോട്ട് തിരിഞ്ഞേ നോക്കൂല, ഒരു രീതിയിൽ നോക്കൂല. അങ്ങനെയല്ല, ഇടയ്ക്കൊന്ന് പോയി അവരെല്ലാം ശരിയായിട്ടാണോ ചെയ്യുന്നത്, ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ ചിലർക്കുണ്ടല്ലോ ചെക്ക് ലിസ്റ്റ് ആവശ്യം ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ എക്സാമ്പിൾ ഒരു അടുക്കള ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണം, ഓക്കെ അടുക്കളയിൽ സിങ്ക് ക്ലീൻ ചെയ്യാനുണ്ട്, ഡിഷ് വാഷർ ക്ലീൻ ചെയ്യാനുണ്ട്, മൈക്രോവേവ് ക്ലീൻ ചെയ്യാനുണ്ട്, സ്റ്റൗ ക്ലീൻ ചെയ്യാനുണ്ട്, ടേബിൾ ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതെന്ന്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ക്രബ്ബറും ഒക്കെ മാറ്റും. അപ്പോൾ വീക്ക്ലി വൺസ് നമുക്ക് പ്രോപ്പർ ക്ലീനിങ് ഉള്ളപ്പം ഇതെല്ലാം മാറ്റും. അപ്പോൾ ഇതും ഞാനൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് കൊടുത്താലേ കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം. കൊച്ചുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ വീട്ടിലൂടെ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നു, വീടെല്ലാം അടുക്കി പറക്കി വെക്കുന്നു, കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, എൻ്റെ പാരൻസ് ഉണ്ടായിരുന്ന കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് വന്ന് അവസാനം ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചിൻ്റെ കൂടെ കൊച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമാണ് എനിക്കൊന്ന് റെസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡെലിഗേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണെന്ന്. അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എൻ്റെ കൂടെയുള്ള എല്ലാവരുടെ അടുത്തും, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും പപ്പയുടെ അടുത്തും ഒക്കെ ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാവധാനത്തിലിരുന്ന് പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും, എല്ലാവരും ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തൊരു കൺസൾട്ടേഷൻ എടുക്കുക, ഒരു ടൈം മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ എടുക്കുക. നമുക്ക്
നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ കേട്ട് എനിക്കതിൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ അതുകൊണ്ട് മുമ്പോട്ട് പോവുള്ളൂ. അല്ലാതെ പൈസ വാങ്ങിച്ചിട്ട് ഇല്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്ന പരിപാടി ഇല്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്. ഫോം ഫില്ല് ചെയ്ത് നിങ്ങളെ ഞാൻ നോക്കട്ടെ, നിങ്ങളെ കൺസൾട്ടേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇനി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ വീഡിയോ കണ്ടതിനിടയിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി ഒരാളുടെ അടുത്ത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മെഷീൻ്റെ അടുത്ത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം. എനിക്കൊന്ന് അറിയാൻ വേണ്ട എന്തൊക്കെ ടാസ്കുകൾ. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ടാസ്കിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് ഇതും ഡെലിഗേറ്റ് ചെയ്യാലോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമല്ലേ. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, പണി മൊത്തം എടുത്ത് മരിച്ച് പണിയെടുക്കുന്ന ആളുണ്ടാവില്ലേ, ആൾക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും പറ്റത്തില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റത്തില്ല എന്നാണെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ടൈം മാനേജ്മെൻറ്റ് ഹാക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കും. അതിന് ഒരു ചിലവുമില്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരാൾ മനസ്സിലാക്കാൻ പോകുന്നില്ല. എനിക്ക് പോലും അറിയാൻ പറ്റില്ല ആരാ ലൈക്ക് ചെയ്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രചോദനമായേനെ. ഞാൻ വളർന്നു വരുന്ന ഒരു ചെറിയ യൂട്യൂബർ അല്ലേ, നിങ്ങളൊന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ എൻ്റെ സംസാരവും ഈ ചാനലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.